ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് PTP നഗറിലുള്ള എൻ്റെ ഫ്ലാറ്റിലാണ്. കഴിഞ്ഞ വർഷം വെള്ളായണിയിൽ ഒരു വീട് വെച്ചു. അതിൻ്റെ പാലുകാച്ചും ആഘോഷവും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ PTPയിലാണ്, ഫ്ലാറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഇവിടെ തൊട്ടടുത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്, സരസ്വതി വിദ്യാലയം. അത് കാരണം ഇപ്പോൾ ഫ്ലാറ്റിലാണ്. വെള്ളായണിയിലെ വീട് അവിടെ പൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നു. ഫാം ഹൗസാണ്. നമ്മുടെ പശുക്കുട്ടിയും എല്ലാം ഉണ്ട്, അവിടെ താറാവും എല്ലാം ഉണ്ട്. അപ്പോൾ ഡെയിലി ഞാൻ എൻ്റെ വീടിനും അങ്ങോട്ട് പോകും. അവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ഇങ്ങോട്ട് എത്തും. അങ്ങനെ ഇങ്ങനെ ഓട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം മക്കളുടെ ഈ സ്കൂൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ദാണ്ടെ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ എന്താ പറയുക, മുന്നോട്ടുള്ള ഈ എല്ലാം ദാണ്ടെ ഈ ദേവേട്ടൻ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഇതെൻ്റെ ഫ്രണ്ട് ഗിരീഷാണ്. 35 വർഷം കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. എൻ്റെ സഹോദരനാണ് അവൻ. ഇത് ഗിരീഷിൻ്റെ ഫാമിലി, ഗിരീഷിൻ്റെ വൈഫ് ലക്ഷ്മി, മക്കൾ 2 പേര്. ഇത് എൻ്റെ നാത്തൂമാരാട്ടോ, 3 പേരും, ദേവേൻ്റെ സിസ്റ്റേഴ്സ്. ദേവേൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ 10 മക്കളാണ് അവർ. അപ്പം എല്ലാവരും ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്, എല്ലാവരും സഹോദരങ്ങളെല്ലാം ഉണ്ട്. ദേവേൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ടെ ഇതാ ഞങ്ങളുടെ മൂത്ത മോള് സിയോണ. ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്, അവിടെ പഠിക്കുകയാണ്. ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും ഞാൻ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. മോളാണ് സിയോണക്കുട്ടി. ഇത് എൻ്റെ ആമിക്കുട്ടിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ. ഇത് എൻ്റെ ആശ്മിക്കുട്ടി, ഇളയാള് കുറുമ്പത്തി, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞാള്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ട എന്നെ സപ്പോർട്ട് ചെയ്തൊരു ഷോയുടെ മൊമെന്റോ ആണ്. ഞാനും എൻ്റെ ആളും നിങ്ങളെല്ലാവരും കണ്ടതാ. എൻ്റെയും എന്താ പറയാ, ഞങ്ങളുടെ കുട്ടികളി മുഴുവൻ നിങ്ങൾ കണ്ടതാ. ഇത് ജോലയായി സീരിയല്, അതിൻ്റെ ഒരു മൊമെന്റോ ആണ്. പിന്നെ ഇത് കൊച്ചു കൊച്ചു സന്തോഷം, ഞാൻ ചെയ്തൊരു മൂവിയുടെ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് ചന്ദനമഴയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ്, അങ്ങനെ ഒരു അവാർഡ് ബോംബെ കൾച്ചറൽ സെന്റർ അവരുടെ കിട്ടിയതാ. ഇത് ജോലയുടെ മൊമെന്റോ എനിക്ക് തന്നത് സുലു മേഡമാണ്, മമ്മൂക്കയുടെ വൈഫ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകളാണ് അതൊക്കെ. പിന്നെ അതാണ്ട് ഇതെൻ്റെ ആമിക്കുട്ടി. ഇത് ഞങ്ങളൊരു ഫംഗ്ഷന് പോയപ്പോൾ അവരെടുത്തിട്ട് ഫ്രെയിം ചെയ്ത് ഞങ്ങൾക്ക് തന്നതാ, ആമി മോള്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇത്രയൊക്കെയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കുഞ്ഞു ഫ്ലാറ്റ് ഞങ്ങളിവിടെ. പക്ഷെ ഞങ്ങളുടെ എല്ലാം മനസ്സ് വലുതാണ്. ഞങ്ങളിവിടെ എപ്പോഴും കളിയും ചിരിയും പാട്ടും ബഹളവും ഒക്കെയാണ്. എല്ലാവരും ഒരു എന്താ പറയുക, ഒരു എല്ലാവരുടെയും ഉള്ളിലൊരു ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളാണ്. ചിലപ്പോൾ ഞാനും ദേവേട്ടനും ഏറ്റവും കുഞ്ഞാവും, ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ ഏറ്റവും വലുതുമാവും. ഞങ്ങളുടെ പറയും, എന്തോ നീ കാണിക്കുന്ന കുഞ്ഞു പിള്ളേരെ പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഞങ്ങളൊരു എന്താ പറയുക, ഇനി ലൈഫ് നമ്മളെ സംബന്ധിച്ച് കുറച്ചല്ലേ ഉള്ളൂ. ജീവിതത്തിൻ്റെ ഒരു മുക്കാലും കഴിഞ്ഞു, ഇനി ആകെ ഇച്ചിരി ഉള്ളു. അപ്പം ആ ഓരോ ദിവസമുള്ള എല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് ഉള്ളതിൽ സന്തോഷിച്ച് ആഘോഷിച്ച് ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നു. താങ്ക് യു. പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി ഒരു കുഞ്ഞു ബാൽക്കണിയാണ്. അവിടെ ചെറിയൊരു തക്കാളിത്തോട്ടവും കറിവേപ്പിലയും പച്ചമുളകും പയറും ഒക്കെ ഞാൻ നട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ബാ. ഇതാണ്ട കറ്റാർ വാഴ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ജെല്ലൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ തേക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ കറിവേപ്പില ഏറ്റവും എനിക്ക് കൂടുതൽ ആവശ്യമുള്ളൊരു സാധനം കേട്ടോ, കറിവേപ്പിലയും മല്ലിയിലയും. മല്ലിയില വെച്ച് പിടിപ്പിക്കാൻ ഇതുവരെ പറ്റിയില്ല. അതിന് വേണമെന്ന സാധനമൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ച് പിടിപ്പിക്കണം. കറിവേപ്പില താണ്ട ഉണ്ടോ എൻ്റെ, ഞാൻ ഒരുപാട് ഉപയോഗിക്കും കേട്ടോ കറിവേപ്പില. പിന്നെ തക്കാളി എന്താ, ആകെ 2-3 വരത്തുള്ളൂ. പക്ഷെ എനിക്കിത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ സമയം തക്കാളിയുടെ ഇതിൻ്റെയൊക്കെ മൂട്ടി വന്നിരുന്ന് കുത്തി ഇളക്കുക. പിന്നെ വേസ്റ്റ് എന്താ പറയുക, പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്ന് ഇത് ഇട്ട് അതിനെ ഇളക്കി. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചമുളക് താണ്ട പിടിച്ചു പോണ്ട് കണ്ടോ. നിങ്ങളിപ്പോൾ കളിയാക്കി ചിലപ്പോൾ പറയും, 2 പച്ചമുളക് കാണിച്ചിട്ടാണോ ഈ പറയുന്നതെന്ന്. പക്ഷെ 2 എനിക്കതൊരു 1000ന്റെ നിറവാണ്. നമ്മൾ വെച്ചിട്ട് അതിലൊരു കായ്ബലം വരിക, അതിനെ പറിച്ച് കറിയിലിട്ടിട്ട് നമ്മുടെ വീട്ടിലെ തോട്ടത്തിൽ നിന്ന് കിട്ടുകയെന്ന് പറയുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ പയറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി അത് കയറ് കെട്ടിയൊക്കെ വിടണം എനിക്ക്, പയറൊക്കെ. ഇതൊരു ചെറിയ തോട്ടം. പക്ഷെ ഇച്ചിരി കൂടെ വലിയ തോട്ടം വെള്ളായണിയിലുണ്ട് കേട്ടോ. അവിടെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ആകെ ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ, നമുക്ക് ചട്ടിയിലല്ലേ വെക്കാൻ പറ്റും. വെള്ളയാണിയിൽ കുറച്ചുകൂടെ സ്ഥലമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പശുവുണ്ട്, മണിക്കുട്ടിയുണ്ട്, അശ്വതിയുണ്ട്.
അമ്മയും മോളുവാ. മഴക്കുട്ടി പ്രസവിച്ചു. മോള് അശ്വതി എന്താ പറയുക നക്ഷത്രത്തിന് അന്ന് ജനിച്ചുകൊണ്ട് നമ്മൾ കുഞ്ഞിനിട്ടിരിക്കുന്ന അശ്വതി എന്നാ പേര്. പിന്നെ താറാവുണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ.